Welcome everyone. Welcome to Shadow Broadcasting Free Path IAS program. So last class we discussed about prime numbers, composite numbers, അവരുടെ ഇത് എന്തൊക്കെയാണ് കോപ്രൈം നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. ദെൻ പ്രൈം എന്തായിരുന്നു? ഇഫ് 2 factors 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളെങ്കിൽ അത് പ്രൈം. മോർ ദാൻ 2 factors വന്നാൽ കമ്പോസിറ്റ്. ആൻഡ് ഇഫ് 2 or more നമ്പേഴ്സ് ഹാവിങ് ഓൺലി 1 as the common factor അവരെ കോപ്രൈം എന്ന് വിളിക്കും. ഇനി നമുക്ക് അവരുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 3-digit prime number can be obtained by using 2, 4, 6 and 8? 2, 4, 6 and 8 വെച്ച് എത്ര 3-digit കോപ്രൈം നമ്പേഴ്സ്, കോപ്രൈം ആണോ അല്ല പ്രൈം നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്തെഴുതാം? ആൻസർ 0 എന്ന് എഴുതാം അല്ലേ. കാരണം 2, 4, 6, 8 തന്നിരിക്കുന്ന 4 ഈവൻ നമ്പേഴ്സാണ്. അതിനർത്ഥം നമ്മൾ ഏത് 3-digit നമ്പർ ഫോം ചെയ്താലും അത് ഈവൻ ആയിരിക്കും അല്ലേ. ഏത് 3-digit നമ്പർ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, 864 എഴുതി അല്ലേ, അല്ലെങ്കിൽ ഞാൻ 468 എഴുതി, 426, 462, 826, 862, ഇല്ലെങ്കിൽ ഇപ്പോൾ 248, 246, ഈ നമ്പേഴ്സ് എല്ലാം ഈവൻ ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചു 2 അല്ലാതെ വേറെ ഏത് ഈവൻ നമ്പർ വന്നാലും അവർ കോപ്രൈം ആയിരിക്കും, അവർ കോമ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അവർ കോമ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും 3-digit ഈവൻ പ്രൈം കിട്ടുമോ? ഇല്ല. 3-digit ഈവൻ പ്രൈം ഇവിടെ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. ദ ആൻസർ ഈസ് 0. അതിനർത്ഥം എന്താണ്? നോ ഈവൻ 3-digit പ്രൈം നമ്പേഴ്സ് ഓർ 0 ഈവൻ 3-digit പ്രൈം നമ്പേഴ്സ്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഒന്ന്, ഇതിപ്പോൾ ഈസി ആയിരുന്നു അല്ലേ, നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റി. ഇനി നമുക്ക് ഡിജിറ്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്താലോ. കൺസിഡർ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ്. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ ഇൻ ദ എബവ് സീക്വൻസ്? 2020-ലെയാണ്. കുറച്ച് ടൈം എടുക്കും, എന്ന് വെച്ചാൽ 1.5 മിനിറ്റ് 2 മിനിറ്റ് എടുക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. കാരണം ഈ സീക്വൻസിനകത്ത് ഓഡ് നമ്പറിന് ശേഷം ഓഡ് നമ്പർ വരുന്ന എത്ര സീക്വൻസ് ഉണ്ട്. ഓഡ് നമ്പറിന് ശേഷം ഓഡ് നമ്പർ വരണം. നമുക്ക് ആ സീക്വൻസ് എഴുതിയാലോ. 5, 1, 4, 7, 3, 9, 8, 5, 7, 2, 6, 3, 1, 5, 8, 6, 3, 8, 5, 2, 2, 4, 3, 4, 9, 6. ഇനി ഇവരുടെ ചോദ്യം എന്താണ്? ഇതിനകത്തിൽ എത്ര കേസിൽ നമുക്ക് ഓഡ് നമ്പറിന് ശേഷം ഓഡ് നമ്പർ വരും? സിമ്പിളാണ്. ഇവിടെ നോക്കിയേ, 5ഉം 1ഉം ഓഡ് നമ്പറിന് ശേഷം ഓഡ് നമ്പർ വന്നു. അടുത്ത് നോക്കിയേ, 7ഉം 3ഉം ഓഡിന് ശേഷം ഓഡ് വന്നു. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 3ഉം 9ഉം എടുക്കണം. ഓക്കെ, 7ഉം 3ഉം എടുത്തു, അതുകൊണ്ട് ഇനി 7ഉം 3ഉം എടുക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓഡിന് ശേഷം ഓട് വരണം. സോ 7, 3 എടുത്താൽ അടുത്ത 3, 9 നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കണം. അല്ലാതെ 7, 3 എടുത്തു അപ്പോൾ ഇനി 3 പറ്റില്ലല്ലോ, അങ്ങനെയല്ല. 7, 3 കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും 3 എടുക്കാം, അതിന് ഒരു കുഴപ്പമില്ല. അതുപോലെ അടുത്തത് 5, 7 അല്ലേ, 5, 7, ദെൻ നമുക്ക് 3, 1 ആൻഡ് 1, 3 അല്ലേ. ഇത്രയും കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം എന്താണ്, ഓഡ് നമ്പറിന് ശേഷം തൊട്ടടുത്ത നമ്പർ ഓഡാണ് അല്ലെ. എത്ര കേസ് ഉണ്ട്? 1, 2, 3, 4, 5, ടോട്ടൽ 6 കേസസ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ടോട്ടൽ 6 കേസസ് ഉണ്ട് വെയർ ഓഡ് നമ്പർ കംസ് ആഫ്റ്റർ ഓഡ് നമ്പർ. ഓഡ് നമ്പറിന് ശേഷം ആര് വരുന്നു? ഓഡ് നമ്പർ തന്നെ വരുന്നു. ഓക്കെ, റെപ്പറ്റീഷൻ ഈസ് അലൗഡ്. റെപ്പറ്റീഷൻ പോസിബിൾ ആണ്, നമ്പേഴ്സിൻ്റെ റെപ്പറ്റീഷൻ പോസിബിൾ ആണ്. സോ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ എടുത്ത് പറയുന്നില്ല. ഇപ്പോൾ റെപ്പറ്റീഷൻ പറ്റില്ല എങ്കിൽ അവർ പറഞ്ഞതിനെ പറ്റില്ല, ഇവിടെ അങ്ങനെ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 7, 3 കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് കൺസിഡർ ചെയ്യാം? 3 കൺസിഡർ ചെയ്യാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടോട്ടൽ 6 പോസിബിലിറ്റീസ് ആർ ദെയർ. ക്ലിയർ ആണല്ലോ. ഇത് കുറച്ച് സമയം എടുക്കും, നമ്മൾ എഴുതി തന്നെ നോക്കണം. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അങ്ങ് നമുക്ക് ഒഴിവാക്കാമോ എന്നും തോന്നരുത്.
ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അടുത്തതിലേക്ക് പോകാം, ക്വസ്റ്റ്യൻ നമ്പർ 18. സോ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ടു നാച്ചുറൽ നമ്പേഴ്സ് പി ആൻഡ് ക്യൂ സച്ച് ദാറ്റ് പി ഈസ് പ്രൈം ആൻഡ് ക്യൂ ഈസ് കോമ്പോസിറ്റ്. ഇതിനകത്തിൽ ഈ എഴുതിയേക്കുന്ന കൺസിഡർ ദ ഫോളോയിങ് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കേണ്ട കാര്യം നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയുന്നുണ്ട് പി ആൻഡ് ക്യൂ. ഓക്കെ, പി ആൻഡ് ക്യൂ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അതായത് 1 നിന്നും 2 നിന്നൊക്കെ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പി പ്രൈം ആണ്, അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. പി എന്താണ്? പി പ്രൈം ആണ്, ക്യൂ കോമ്പോസിറ്റ് ആണ്. ഓക്കെ, ക്യൂ കോമ്പോസിറ്റ് ആണ്. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ. അതായത് ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വലിച്ചു വാരി എഴുതിയേക്കുന്നൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്ത് മതി? ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നാച്ചുറൽ നമ്പേഴ്സ്, പി ആൻഡ് ക്യൂ, പി പ്രൈം ആൻഡ് ക്യൂ കോമ്പോസിറ്റ് കഴിഞ്ഞ് അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആക്ച്വലി നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഓക്കെ, പി ഇൻറ്റു ക്യൂ ക്യാൻ ബി ഓഡ് നമ്പർ. പി ഇൻറ്റു ക്യൂ ഓഡ് ആകാം. യെസ്, ഞാനിപ്പോൾ P3 എടുക്കുന്നു, ക്യൂ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ 15 എടുക്കാം, കോമ്പോസിറ്റ് അല്ലേ. 3 × 15 45 ഓടാണ് അല്ലേ. സോ എന്ത് കിട്ടി? P ഇൻറ്റു ക്യൂ ക്യാൻ ബി ഓഡ്. ക്യാൻ ആണ്, വേണമെങ്കിൽ വരാം. യെസ്, ആൻസർ ഈസ് ട്രൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയാലോ. P ബൈ ക്യൂ ഈസ് പ്രൈം. P ബൈ ക്യൂ പ്രൈം കിട്ടുമോ? അതായത് P ഒരു പ്രൈം നമ്പറാണ്. പ്രൈമിനെ ഒരിക്കലും കോമ്പോസിറ്റ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ കംപ്ലീറ്റ്ലി പറ്റില്ല. ഓക്കെ, പ്രൈം നമ്പറിനെ ഒരിക്കലും നിങ്ങൾ ഏതൊക്കെ നമ്പർ എടുത്തെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ 5 എടുക്കുന്നു, കോമ്പോസിറ്റ് നമ്പർ 6 എടുത്തു, 6/5 നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരിക്കലും ഒരു പ്രൈം നമ്പറിനെ കോമ്പോസിറ്റ് നമ്പർ വെച്ച് കംപ്ലീറ്റ്ലി ഡിവിഷൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഡിവിഷൻ ഓഫ് എ പ്രൈം നമ്പർ വിത്ത് എ കോമ്പോസിറ്റ് നമ്പർ ഈസ് നോട്ട് പോസിബിൾ. ഓർ നമുക്ക് എന്ത് കിട്ടില്ല? റിമൈൻഡർ 0 കിട്ടണമെന്നില്ല. സോ ഇറ്റ് ക്യാൻ ബി എ പ്രൈം നമ്പർ. നോ, ഒരിക്കലും ഡിവിഷനെ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് പ്രൈം നമ്പർ കിട്ടുന്നത്? അല്ലേ, ഡിവിഷനെ പറ്റില്ല, പിന്നെ എങ്ങനെ പ്രൈം നമ്പർ കിട്ടും? സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ. സോ 1 ട്രൂ ആണെന്ന് മനസ്സിലായി. അതായത് സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ഒമിറ്റ് ചെയ്യാലോ. സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് കളയാം, ഫസ്റ്റ് ഓപ്ഷനും കളയാം. കാരണം ഫസ്റ്റ് ഓപ്ഷനിൽ 1 and 2 ആണ്, സെക്കൻഡ് ഓപ്ഷനിൽ 2 and 3 ആണ്. 2 എന്തായാലും തെറ്റാണ്. അപ്പോൾ 2 ഉള്ള ഓപ്ഷൻസ് നമുക്ക് കളയാം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതും കളയാം. ഇവിടെയും 2 ഉണ്ടല്ലേ. സോ അതിനർത്ഥം എന്താ? 1 and 3 മാത്രമേ നമുക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളൂ. അതായത് 3 ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. കാരണം ഫസ്റ്റ് ഓപ്ഷനിൽ 2 ഓപ്ഷൻ കറക്റ്റ് ആണെന്നുണ്ട്, സെക്കൻഡ് ഓപ്ഷനിലും 2 കറക്റ്റ് ആണെന്ന് പറയുന്നു, ലാസ്റ്റ് ഓപ്ഷനിലും എന്ത് പറയുന്നു? 2 കറക്റ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് ഈ 1 and 2 ഒഴിവാക്കി, 2 and 3 ഒഴിവാക്കി, 1 2 3 ഒഴിവാക്കി. അതിനർത്ഥം 1 and 3 എന്താണ്? ട്രൂ ആണ്. ഇനി 1 and 3 നമുക്ക് ചെക്ക് ചെയ്യാം. P + Q ക്യാൻ ബി പ്രൈം. യെസ്, P + Q പ്രൈം ആക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? P ഒരു 2 എടുക്കുന്നു, അടുത്ത ഒരു കോമ്പോസിറ്റ് നമ്പർ ഞാൻ 9 എടുത്തു. 2 + 9 എനിക്ക് കിട്ടുന്നത് 11 ആണ്. 11 പ്രൈം അല്ലേ? 11 പ്രൈം ആണ്. സോ ഓഡ് നമ്പർ പ്രൈം നമ്പർ 2 + കോമ്പോസിറ്റ് നമ്പർ 9 എനിക്ക് എന്ത് കിട്ടി? പ്രൈം നമ്പർ ആൻസർ കിട്ടി. അതിനർത്ഥം തേർഡ് വണ്ണും ശരിയാണ്. സോ 1 and 3 ആൻസർ എന്താണ്? ഓപ്ഷൻ സി 1 and 3 ആണ് ആൻസർ. ഓപ്ഷൻ 3 1 and 3 ആണ് ആൻസർ. സോ എന്ത് കിട്ടി? ഇത് പോയി, ഇതും പോവും, ഇതും പോവും. ആൻസർ 1 and 3. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 3 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 30. 3 numbers x, y, z are selected from the set of first 7 natural number. കണ്ടീഷൻ ആദ്യത്തെ 7 നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ എടുക്കാവൂ. സോ ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1 2 3 4 5 6 7. First 7 natural numbers such that x is greater than 2y is greater than 3z. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2y ഗ്രേറ്റർ ദാൻ 3z. അങ്ങനെയാണെങ്കിൽ എത്ര ട്രിപ്ലെറ്റ് XYZ വരുന്ന എത്ര ട്രിപ്ലെറ്റ് പോസിബിൾ ആണ്? ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ y ഈസ് ഗ്രേറ്റർ ദാൻ z വരണം. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2y ഗ്രേറ്റർ ദാൻ 3z വരണം. സോ എക്സ് എപ്പോഴും വലുതായിരിക്കണം അല്ലേ? കാരണം എക്സ് ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഏറ്റവും വലിയ വാല്യൂ എടുത്ത് എക്സിന് കൊടുത്തു. സോ എക്സ് ഗ്രേറ്റർ ദാൻ 2y ഗ്രേറ്റർ ദാൻ 3z ആണല്ലോ. ഞാൻ എക്സിന് 7 കൊടുത്തു. അപ്പോൾ 7 ഈസ് ഗ്രേറ്റർ ദാൻ 2 × y. വൈക്ക് എനിക്ക് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? വൈക്ക് എനിക്ക് 3 കൊടുക്കാം അല്ലേ? ഞാൻ എന്ത് ചെയ്തു? വൈക്ക് 3 കൊടുത്തു.
ഓക്കെ, സോ എനിക്ക് പറയാം എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2 × 3 6 ആണല്ലോ. ഇനി അപ്പോൾ എനിക്ക് അങ്ങ് ഇസഡിന് എന്ത് കൊടുക്കാൻ പറ്റും? ഇസഡ് എന്ന് പറഞ്ഞാൽ 3 × സം നമ്പർ ആണ്. ഇസഡിന് ഞാൻ 2 കൊടുത്തെന്ന് വെച്ചാൽ 3 × 2 6 ആയി പോകും. എനിക്ക് 6 കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇവിടെയും 6, ഇവിടെയും 6. 6 ഗ്രേറ്റർ ദാൻ 6 പറ്റുമോ? ഇല്ല. അപ്പോൾ ഇസഡിന് ഞാൻ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഇസഡിന് 1 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 7 ഈസ് ഗ്രേറ്റർ ദാൻ 6 ഈസ് ഗ്രേറ്റർ ദാൻ 3. എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രിപ്ലെറ്റ് കിട്ടി. എൻ്റെ ഫസ്റ്റ് ട്രിപ്ലെറ്റ് എന്തായിരുന്നു? നമുക്ക് ഇവിടെ എഴുതാം 7, 3 ആൻഡ് 1. ഇനി അടുത്ത ട്രിപ്ലെറ്റ് നോക്കാം. വീണ്ടും ഞാൻ 7 മാറ്റുന്നില്ല, വൈക്ക് ഞാൻ 2 കൊടുത്തു. വൈക്ക് 2 കൊടുക്കുമ്പോൾ എന്ത്? 2 × 2 4 വരും അല്ലേ? ഗ്രേറ്റർ ദാൻ ഇസഡിന് ഞാൻ 1 തന്നെ കീപ്പ് ചെയ്തു. സോ 7 ഗ്രേറ്റർ ദാൻ 4 ഗ്രേറ്റർ ദാൻ 1. സോ 3. സോ എനിക്ക് എന്തെടുക്കാം? 7, 2 കൊടുത്തു, ഇസഡിന് ഞാൻ 1 കൊടുത്തു. സോ 7 ഇനിയും ഏതെങ്കിലും വാല്യൂ വൈക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഏതൊക്കെ കൊടുത്തു? 3 × 2 കൊടുത്തു. ഇനി 1 എന്തായാലും കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം 2 × 1 2 ആണ്. 2 ഈസ് ലെസ് ദാൻ 3 ആണെന്ന് നമുക്കറിയാം. 1 കൊടുക്കാൻ എന്തായാലും പറ്റത്തില്ല. ഇനി നമ്മൾ അടുത്ത നമ്പർ കൊടുക്കുന്നു. ഞാൻ എക്സിനെ 6 ആക്കുന്നു. എക്സിനെ എന്താക്കുന്നു? 6 ആക്കുന്നു. എക്സിന് 6 കൊടുക്കാം. 6 ഈസ് ഗ്രേറ്റർ ദാൻ, വൈക്ക് ഞാൻ ഏത് വാല്യൂ കൊടുക്കും? വൈക്ക് ഞാൻ 2 കൊടുക്കുന്നു. വൈക്ക് 2 കൊടുക്കുമ്പോൾ 2y എന്താകും? 4 ആകും. ഇസഡിന് ഞാൻ അപ്പോഴും 1 തന്നെ കൊടുത്തു. സോ എക്സിന് ഞാൻ 6 കൊടുത്തു, വൈക്ക് ഞാൻ 2 കൊടുത്തു, ഇസഡിന് ഞാൻ 1 കൊടുത്തു. 6ന് ഇനിയും പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. 6ന് ഒന്നും ചെയ്യാനില്ല, 6 കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് 5ലേക്ക് വരാം. 5 കൊടുത്തു, വൈക്ക് ഞാൻ 2 കൊടുത്തു, ഇസഡിന് ഞാൻ വീണ്ടും 1 കൊടുത്തു. സോ 5, 4, 3. 5 ഈസ് ഗ്രേറ്റർ ദാൻ 4 ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? 5 കൊടുക്കാം, 2 കൊടുക്കാം, വീണ്ടും 1 കൊടുത്തു അല്ലേ? 5, 2, 1. സോ ആൻസർ ഈസ് എത്ര ട്രിപ്ലെറ്റ് കിട്ടി? എനിക്ക് 3 എണ്ണം കിട്ടി. ഓപ്ഷനിൽ 4 ട്രിപ്ലെറ്റ് ഒന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഇനി അടുത്ത നമ്പർ ഞാൻ എക്സിന് 4 കൊടുത്തു. എക്സിന് 4 കൊടുത്താൽ എനിക്ക് വൈക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം ഞാൻ വൈക്ക് 2 കൊടുത്തെന്ന് വെച്ചു. വൈക്ക് 2 കൊടുത്താൽ 4 ഈസ് ഗ്രേറ്റർ ദാൻ 4 പോസിബിൾ ആണോ? അല്ല. വൈക്ക് 1 കൊടുത്താൽ യെസ് 4 ഈസ് ഗ്രേറ്റർ ദാൻ 2. പക്ഷെ അപ്പോഴും നമ്മുടെ ഇസഡിൻ്റെ അവിടെ ഒരു 3 ഇല്ലേ? അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇസഡിന് എന്ത് വാല്യൂ കൊടുക്കും? 0 എന്ന് പറയുന്ന ഓപ്ഷനും ഇല്ല അല്ലേ? സോ ആൻസർ ഈസ് നമുക്ക് എത്ര ട്രിപ്ലെറ്റേ പറ്റുള്ളൂ? 4 ട്രിപ്ലെറ്റേ പറ്റുള്ളൂ. ഓപ്ഷനിൽ 4 എണ്ണം മാക്സിമം ഉള്ളത്. സോ എന്ത് ചെയ്യുക? 4 ട്രിപ്ലെറ്റ്. ആൻസർ ഈസ് 4 ട്രിപ്ലെറ്റ്സ് ആർ പോസിബിൾ. ഓക്കെ, ഓപ്ഷൻ ഇപ്പോൾ 5 ഉണ്ടെങ്കിൽ വേറെയും ചെക്ക് ചെയ്യണം, വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദ മാക്സിമം നമുക്ക് 4 ട്രിപ്ലെറ്റ്സ് ആർ പോസിബിൾ. സോ ദ ആൻസർ ഈസ് 4 ട്രിപ്ലെറ്റ്സ്. ഓക്കെ, യെസ്. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം എന്താണ് നമ്മുടെ പ്രൈം ആൻഡ് കോമ്പോസിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ നമ്പർ സിസ്റ്റം. നോർമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്. ഇനി ഇവിടേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ടു ദ സം s is equal to x plus y plus z where x, y and z are prime numbers less than 10. Prime numbers less than 10 ആണ്. Prime numbers less than 10 എഴുതുക. 2, 3, 5 and 7. ഇനിയും ഇവരെ ആഡ് ചെയ്യുമ്പം കിട്ടുന്നതാണ് എസ്. ഓക്കെ, അപ്പോൾ 0 കിട്ടുമോ നോക്കാം. 0 കിട്ടുമോ എങ്ങനെ നോക്കണം? കിട്ടും അല്ലേ? 5 + 3 + 2 ചെയ്തേ. 5 + 3 + 2 ചെയ്താൽ 10 കിട്ടും അല്ലേ? യൂണിറ്റ് ഡിജിറ്റ് എസിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയോ? ആയി. സോ ഇത് കറക്റ്റ് ആണ്. അടുത്ത യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എസ് ക്യാൻ ബി 9. എസിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 9 വരണം. എങ്ങനെയെങ്കിലും 9 കിട്ടുമോ ഇവിടെ? 2 + 3 + 5 10 ആണ്. നമുക്ക് ഈ നമ്പർ 3 ആഡ് ചെയ്താലോ? 7 + 5 12 + 3 15. ഇല്ല. അടുത്ത 7 + 2 9 + 3 12. എന്ത് കിട്ടത്തില്ല? യൂണിറ്റ് ഡിജിറ്റ് 9 കിട്ടുമോ? ഇല്ല. അടുത്തത് യൂണിറ്റ് ഡിജിറ്റ് ക്യാൻ ബി 5. യെസ്, യൂണിറ്റ് ഡിജിറ്റ് 5 പറ്റും അല്ലേ? 7 + 3 + 5 ചെയ്തേ 15 കിട്ടില്ലേ? യൂണിറ്റ് ഡിജിറ്റ് 5 പോസിബിൾ ആണ്. സോ ഇതും ശരിയാണ്. സോ 1 and 3 ഓൺലി. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, 1 and 3. സോ എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇൻക്ലൂഡിങ് ദിസ് ഈസ് ഫ്രം UPSC 2024. ഈ വർഷം ചോദിച്ച പേപ്പറാണ്. ഞാൻ പറഞ്ഞു ഈ വർഷം കുറച്ചുകൂടി എളുപ്പമായിരുന്നു പേപ്പർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.